യുവനിരയടക്കമുള്ള ഒരു നല്ല ടീം ഫോം ചെയ്തിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? പിടിവിടാതിരുന്ന സിംഹത്തിനെ വലിച്ചിറക്കി ഒരു സെറ്റ് ടീമിനെ സെറ്റാക്കിയിട്ടുണ്ടെന്നാണല്ലോ സതീശൻ ജി അടക്കം പറഞ്ഞത്. ഇനി പഴയതുപോലെ അടിയോ വഴക്കോ പിണക്കമോ ഒന്നും തന്നെ ഉണ്ടാവില്ലെന്നായിരിക്കാം ചുരുക്കം. അല്ല, ആ അടിയും വഴക്കൊക്കെ മാധ്യമങ്ങൾ മെനഞ്ഞതാണല്ലോ. ഇന്നുവരെ ഞങ്ങൾ തമ്മിൽ ഒന്നും പിണങ്ങിയിട്ട് പോലില്ല, ഒന്നും വഴക്കിട്ടിട്ട് പോകുന്നില്ല. സുധാരേട്ടനും ജിയും പണ്ട് തൊട്ടേ ഇന്നോളം അണ്ണനും തമ്മി പോലല്ലേ? തെറ്റിദ്ധരിച്ചത് നമ്മളല്ലേ? എന്നിട്ട് സെറ്റാക്കിയെടുത്ത സെറ്റ് ടീം ചുമതലയേൽക്കുന്ന പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നു മുതൽ ഈ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗവും അധ്വാനിക്കാത്ത ഗോപാലനും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. അതൃപ്തിയും മുനവെച്ച് കുത്തിയുള്ള സംസാരവും ഒക്കെ കൂട്ടിക്കലർത്തി ഓരോരുത്തരുടെയും ഉള്ളിലുള്ളത് പുറത്തു വന്നതോടെ ഇന്ദിരാഭവനിലെ KPCC ഭാരവാഹികളുടെ ചുമതലയേൽക്കലിൽ തന്നെ ആദ്യ വെടി പൊട്ടി. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയ ശേഷം ഒതുക്കി നിർത്തിയ ആന്റണിയുടെയും മുൻ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെയും പരിപാടി ബഹിഷ്കരണം വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന്റെ സൂചനയല്ലെന്ന് പറയാനാകുമോ? പടക്കുതിരയെ പോലെ ഒപ്പത്തിനൊപ്പം ഉണ്ടാകുമെന്ന് പ്രഖ്യാപനമൊക്കെ നടത്തിയെങ്കിലും അപമാനിച്ചിറക്കി വിട്ടതിനുള്ള നീരസം സുധാകരന്റെ വാക്കുകളിൽ വ്യക്തമായിരുന്നു എന്നത് മറ്റൊരു സത്യം. നിങ്ങളോടൊപ്പം ഒരു പടക്കുതിര പോലെ ഞാൻ എന്നുമുണ്ട് എന്ന് നിങ്ങൾക്ക് ഞാൻ വാക്ക് നൽകുകയാണ്. തന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന് വലിയ നേട്ടങ്ങൾ ഉണ്ടായെന്നും തെരഞ്ഞെടുപ്പുകളിൽ തിളക്കമാർന്ന ജയം നേടിയെന്നും ഗ്രൂപ്പ് പോര് ഉണ്ടായിട്ടില്ലെന്നും ഒക്കെ ആയിരുന്നു അവകാശവാദം. യുദ്ധസമാനമായ ഒരു ടീമായി മാറണമെന്ന് ഇന്ത്യ പാക് സംഘർഷ വേളയായതിനാൽ പുതിയ പട്ടിക വന്നപ്പോ നേതാക്കൾക്കിടയിൽ ബോംബൊന്നും പൊട്ടിയില്ലാത്തേ. ഇത്ര ഐക്യമുള്ള ഒരു മുന്നണി അവർക്ക് തന്നെ വ്യക്തമാണ് അവരുടെ ഉള്ളിലെ ആ ഐക്യം. പിന്നെ എന്നെ മുൻ UDF കൺവീനർ എന്നൊന്നും വിളിക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല കേട്ടല്ലോ. എന്നെ മുൻ KPCC പ്രസിഡന്റ് എന്ന് വിളിച്ചാൽ മതി. ഹസനേട്ടന് അതാ ഇഷ്ടം. സുധാകരേട്ടൻ എന്ന എതിരാളി സൈഡാകുന്നു എന്ന സന്തോഷം സതീശേട്ടന് ഉണ്ടായിരുന്നെങ്കിലും ആ സന്തോഷം അങ്ങ് പൂർണ്ണമായിരുന്നില്ല. കാരണം എന്നാന്നാ, കോൺഗ്രസിൽ എന്നാ പരിപാടി വന്നാലും അതിപ്പോ എത്ര വലിയ ചടങ്ങാണെങ്കിലും പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കലാണ് അവരുടെ ഒരു രീതി. ഉമ്മൻചാണ്ടി വരെ അതിൽ മാറ്റം ഉണ്ടായിട്ടുമില്ല. എന്നാലോ ഇപ്പോ അതിൽ അവരൊരു മാറ്റം അങ്ങ് വരുത്തി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അതുകൊണ്ട് തന്നെ കാര്യമായ റോൾ കിട്ടാത്ത സതീശേട്ടൻ എങ്ങനെ സന്തോഷിക്കും? സംസ്ഥാന കോൺഗ്രസിന്റെ അവസാന വാക്ക് KC വേണുഗോപാലാണെന്ന് പറയാതെ പറയുന്ന പരിപാടിയായിരുന്നല്ലോ അതപ്പോ. VD സതീശനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായി. പാർട്ടിയിൽ യോജിപ്പോ പ്രവർത്തകരുടെ വികാരം മാനിച്ചുള്ള തെരഞ്ഞെടുപ്പോ അല്ല ഉണ്ടായതെന്ന് സുധാകരൻ, K മുരളീധരൻ, കൊടിക്കുന്നിൽ സുരേഷ്, MM ഹസൻ, രമേശ് ചെന്നിത്തല എന്നിവരുടെ വാക്കുകളിൽ നിന്ന് സ്പഷ്ടമായിരുന്നു. പിന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുന്നതിന് പ്രശ്നമൊന്നുമില്ല. അത് പറഞ്ഞപ്പോ ആ വാക്കുകളൊന്ന് ഇടറിയോ? പിടിച്ചു നിന്നു. നേട്ടങ്ങൾ ഉണ്ടാക്കിയ തന്നെ എന്തിനു മാറ്റിയെന്നാണ് സുധാകരേട്ടൻ ചോദിക്കുന്നത്. ആ വാദത്തെ ചെന്നിത്തലയും പിന്തുണയ്ക്കുന്നുണ്ട്. കോൺഗ്രസിൽ യുവാക്കൾ കത്തിക്കയറുമോ അതോ യുവാക്കളെ മുതിർന്ന നേതാക്കൾ കുത്തിക്കീറുമോ എന്ന് ഒരു സംശയമുണ്ടേ. മുതിർന്ന പല നേതാക്കളും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയാണ് എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. അതിനി ആർക്കൊക്കെ കൊള്ളുമെന്ന് പറയാനാകൂലല്ലോ. പിന്നെ പെരുമാറ്റച്ചട്ടം, അതിന് കോൺഗ്രസ് പിന്നെ മുൻനിരക്കാരാണല്ലോ. പറയണ്ടല്ലോ. കോൺഗ്രസ് പരിപാടികളിൽ കർശനമായി പാലിക്കാൻ പ്രഖ്യാപിച്ച പെരുമാറ്റച്ചട്ടം KPCC ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ തന്നെ അങ്ങ് തെറ്റി. സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവരുടെ സ്ഥാനമേൽക്കൽ ചടങ്ങിൽ സ്റ്റേജിലേക്ക് കയറിപ്പറ്റാനും നേതാക്കൾ പ്രസംഗിക്കുമ്പോൾ അതിന് പിന്നിൽ ഇടം പിടിക്കാനും കൂട്ടയിടിയായിരുന്നു. സ്വാഭാവികം. വേദിയിൽ 50-ലധികം പേർക്കായിരുന്നു ഇരിപ്പിടം. ശേഷിക്കുന്നവർ വേദിയുടെ വശങ്ങളിലും മുന്നിലും തിക്കി തിരക്കി ഞെരിപിരി കൊണ്ടു. നേതാക്കൾക്കായി ഗ്രൂപ്പ് തിരിഞ്ഞ് ജയ് വിളിക്കാൻ ആൾക്കാർ വേറെ, സ്വന്തം നേതാക്കൾക്ക് ഷാൾ അണിയിക്കാനും കൂട്ടയിടി അത് വേറെ. എന്തിനേറെ പറയുന്നു, പുതിയ ടീം സെറ്റാണ്.